ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഞ്ച് ബോക്സ് മലയാളം. കുറേ മൂവ്സിലെ തന്നെ വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായ പടം ഇപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ നമ്മുടെ പ്രൈം വീഡിയോസിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ദ ചേസർ എന്ന 2008 റിലീസ് ചെയ്ത പടമാണ്. ഈ ഒരു പടം 2008 റിലീസ് ചെയ്ത പടമാണെങ്കിലും എന്തുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു പടത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു മേക്കിങ്ങും ചില റിയാലിറ്റി വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഷോക്കിങ്ങും ആയിട്ടും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രിക്ട്ലി ഈ ഒരു പടം 18+ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പടമാണ്. സോ പൊടിപ്പിള്ളേരൊക്കെ ഒന്ന് പൊടി കടങ്ങണം. അറിയാതെ പോലും ഈ ഒരു പടം ഫാമിലി ആയിട്ട് കാണാൻ ശ്രമിക്കരുത്. എന്തെന്നാൽ ആ ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റൽ സ്റ്റോറിയാണ് ഈ ഒരു പടം മുഴുവനായിട്ടുമുള്ളത്. സോ അങ്ങനെ ഈ ഒരു പടത്തിൽ എന്താണ് ഉള്ളതെന്നും ഈ ഒരു പടത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും ഒക്കെ നമുക്ക് ഈ ഒരു പടത്തിന്റെ റിവ്യൂവിൽ കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളൂ. നമുക്ക് ഡയറക്റ്റായി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു പടത്തിന്റെ സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ ഹീറോ തനിയെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ് തന്നെ റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അയാളുടെ അണ്ടറിൽ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ കാണും, ലൈക്ക് എക്സാക്ട്ലി എ ബ്രോക്കർ. ആ ഒരു ജോലിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ സഡൻ ആയിട്ട് ഒരു സൈക്കോ കില്ലർ ഇവിടെ എൻ്റർ ചെയ്യും. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ മാത്രം തേടി പിടിച്ച് കൊല്ലുന്നതാണ് പുള്ളിയുടെ ആ ഒരു സൈക്കോ കില്ലറിന്റെ ഒരു രീതി. സോ ഇപ്പോൾ നമ്മുടെ സൈക്കോ കില്ലർ ഇതുപോലെ തന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയും മനസ്സിലാക്കുന്നത് പുള്ളിയുടെ അണ്ടറിൽ നിന്നും കുറച്ച് പെണ്ണുങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ ആ പെൺകുട്ടികളെ കണ്ടുപിടിക്കാനായി നമ്മുടെ ഹീറോ തന്നെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവസാനം ഈ ഒരു പടത്തിൽ എന്തൊക്കെ സംഭവിച്ചു, അവരെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു പടത്തിന്റെ കഥയായിട്ടും വരുന്നത്. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു പടം നല്ല രീതിയിൽ ബ്രൂട്ടൽ സീനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും നല്ല ഡാർക്ക് വെർഷനിൽ എങ്ങനെയൊക്കെ എടുക്കാമോ ആ ഒരു ലെവലിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലെ വിഷ്വൽസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോഴും പല സിനിമകളിലും റെഫറൻസ് ആയിട്ടും ഇൻസ്പയർ ആയിട്ടും ഈ ഒരു പടത്തിന്റെ സീനുകൾ റിപ്ലിക്കേറ്റ് ചെയ്ത് കാണാറുണ്ട്. ഒരു എക്സാമ്പിളായി പറയണമെങ്കിൽ, തമിഴിലെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സൈക്കോ പടമാണ് രാക്ഷസൻ. രാക്ഷസൻ സിനിമയിൽ പോലും ഈ ഒരു പടത്തിന്റെ ഒരുപാട് റെഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത്രത്തോളം ബ്രൂട്ടൽ സീനുകളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും പോകുന്ന പോക്കെല്ലാം നല്ല രീതിയിൽ തന്നെ രക്തം തെറിക്കുന്ന സീനുകൾ ഒരുപാടുള്ളത് കൊണ്ടും തന്നെയാണ് സ്പെസിഫിക് ആയിട്ടും ഈ ഒരു പടം 18+ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു പടം ഫാമിലി ആയിട്ട് കണ്ടാൽ സെറ്റാകില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നത്. ബട്ട് ആസ് എ ത്രില്ലർ വൈസ് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. IMDbയിൽ ഈ ഒരു പടത്തിന് 7.8 റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഹൈലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഈ ഒരു പടം. ഇപ്പോൾ നമ്മൾ പ്രൈം വീഡിയോസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ, അത് മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ തന്നെ ഈ ഒരു പടം കണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഈ ഒരു പടം എവിടെ നിന്നും ലഭിക്കുമെന്ന് അറിയാവുന്നതായിരിക്കും. പോവുക, എടുക്കുക, കാണുക. ഇപ്പോൾ നമ്മുടെ പ്രൈം വീഡിയോസിന്റെ സൈഡിൽ നിന്നും ഒരുപാട് കൊറിയൻ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പടങ്ങളെല്ലാം ഇപ്പോൾ മൾട്ടി ലാംഗ്വേജ് റിലീസ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇൻ കേസ് ഈ ഒരു പടം നിങ്ങളും കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ തോട്ട്സും ഷെയർ ചെയ്യുക. So that's all guys. Keep watching, keep supporting Binge Box Malayalam. See you on the next video. Bye. The Chaser.